MD സാർ, അങ്ങ് ഭാരതത്തിലെ സമുന്നതനായ സാഹിത്യകാരനാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങയുടെ പുസ്തകങ്ങൾ ആളുകൾ ധാരാളം വായിക്കുകയാണ്. കാരണം സാഹിത്യത്തിലും തിരക്കഥാകൃത്തത്തിലും സിനിമാ സംവിധാനത്തിലും അങ്ങ് വലിയൊരു അത്ഭുതം സൃഷ്ടിച്ച മനുഷ്യനാണ്. പക്ഷേ എങ്കിലും ഒരു കാര്യം പറയാതെ വയ്യ. അങ്ങയെപ്പോലുള്ള ഒരു മഹൽ വ്യക്തി നിർമാല്യം എന്ന സിനിമയിൽ വെളിച്ചപ്പാട് ദേവീ വിഗ്രഹത്തിൽ കാർക്കിച്ചു തുപ്പുന്ന ഒരു സീൻ എഴുതി ചേർക്കാൻ പാടില്ലായിരുന്നു. അതെ, വിശ്വാസമാണ്. ലോകത്തെല്ലാ മതങ്ങളും വിശ്വാസത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നവരാണ്. ഒരു മതവും എല്ലാ മതത്തെയും നാം ബഹുമാനിക്കുക. മതങ്ങളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യ നന്മയാണ് മതങ്ങളിലൂടെ പ്രകടമാകുന്നത്. അതുമാത്രമാണ് അവർ നൽകുന്നത്. അപ്പം മതങ്ങൾ രാജ്യത്തിന് ആവശ്യമാണ്. പക്ഷേ എല്ലാ മതങ്ങളെയും നാം അതേ ആരുമങ്ങ് സ്വർഗത്തിൽ പോയിട്ട് മടങ്ങി വന്നതായിട്ട് എനിക്കറിയില്ല. ആരെങ്കിലും പോയിട്ട് വന്നിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ സ്വർഗമുണ്ട്, നരകമുണ്ട്, ആരും കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാം വിശ്വാസമാണ്. ബാക്കി എല്ലാ മതങ്ങളും പ്രചരിപ്പിക്കുന്നത് വിശ്വാസമാണ്. ഒരു മതവും ശരിയാണ് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എല്ലാ മതക്കാർക്കും അവരുടെ മതം വലുതാണ്. അവരുടെ വിശ്വാസം അങ്ങനെ ആകട്ടെ. അതല്ലേ ഭാരതത്തിൻ്റെ സവിശേഷത. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും ലോകത്തിന്ന് ഏത് രാഷ്ട്രങ്ങളെ എടുത്തു കഴിഞ്ഞാലും അതിനേക്കാളൊക്കെ ഒത്തിരി വിവിധ മതങ്ങൾ സന്തോഷത്തോടും ഐശ്വര്യത്തോടും കൂടി കഴിച്ചു കൂട്ടുന്ന ഒരു രാജ്യമാണ് ഭാരതം. അതാണ് ഭാരതത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വം. നമ്മൾ ഒരിക്കലും ഒരു മതത്തെയും അധിക്ഷേപിക്കാതിരിക്കുക. അല്ലെങ്കിൽ നമുക്കറിയാം, നിരീശ്വരവാദികൾ എല്ലാ മതങ്ങളെയും വിമർശിക്കുന്നു. അപ്പോഴും നമുക്കറിയാം അവരുടെ അജ്ഞത കൊണ്ടാണ് അവർ വിമർശിക്കുന്നത്. കാരണം അവരൊന്നും പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പഠിച്ചവൻ വിമർശിക്കില്ല, പഠിക്കാത്തത് കൊണ്ടാണ് വിമർശിക്കുന്നത്. പക്ഷേ അങ്ങയെപ്പോലുള്ള മഹാസാഹിത്യകാരൻ, കാരണമെന്ന് പറയുന്നത് അങ്ങയുടെ ഓരോ എഴുത്തും യുവതലമുറയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതാണ്. അങ്ങ് പിന്നെ വലിയ ഭക്തനായി, അങ്ങ് വാർദ്ധക്യത്തിലോട്ടെത്തിയപ്പോൾ അങ്ങ് വലിയ ഭക്തനായി, ദേവീഭക്തനായി എല്ലാം മാറി. പക്ഷേ എത്ര കാലത്തോളം അങ്ങയുടെ ഈ സിനിമ ആളുകൾ കണ്ടു, അത് എത്ര സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും. അപ്പോൾ കാരണം MD എന്നുള്ള വ്യക്തിയിലാണ് നമ്മൾ കാണുന്നത്. MD എഴുതിയ തിരക്കഥ. അപ്പോൾ അതിനെ കാണുന്ന ഒരു വലിയ ഹൈപ്പിലാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരിക്കലും ഇങ്ങേപ്പോലുള്ള സമുന്നതരായ സാഹിത്യകാരന്മാർ ഇത് ചെയ്യാൻ പാടില്ല. കാരണം ഒരു മതത്തെയും എല്ലാ മതത്തെയും ബഹുമാനിക്കുക എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാന തത്വം.